പുകച്ച് ചാടിക്കുന്ന ക്യാമറ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിരിക്കേണ്ട സെക്യൂരിറ്റി ഗാഡ്ജറ്റുകൾ. ഗൈസ്, നിങ്ങൾക്കറിയാമോ, ഒന്ന് നോക്കിയാൽ മതി കതക് താനെ തുറക്കുമെന്ന്. പൂച്ചകളെ തുരത്താനായി ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്തും മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ ഡിവൈസ് കാണണോ? കള്ളന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണോ? വീട്ടിലിരിക്കുന്ന സ്വർണത്തിന് കാവല് വേണ്ടേ? ടെക്നോളജി നമ്മൾ വിചാരിക്കുന്നതിലും മുന്നേ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെയും കടകളുടെയും സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള കുറച്ച് ഗാഡ്ജറ്റുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പരിചയപ്പെടുത്തി തരാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതൊക്കെ അറിയണമെങ്കിൽ വീഡിയോ ലൈക്ക് അടിച്ച് മുഴുവനായി കാണൂ മക്കളെ. നമ്പർ 10, കള്ളന്മാരെ കളറാക്കി വിടാം. കള്ളന്മാരുടെ ശല്യം കൂടി വന്നപ്പോൾ അവരെ പിടിക്കാൻ നമ്മൾ പട്ടിയെ വളർത്താൻ തുടങ്ങി. എന്നാൽ പട്ടിയെ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ CCTV ക്യാമറകളൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങി. പക്ഷേ ടെക്നോളജി വളരുന്നതിനൊത്ത് മാറാൻ തുടങ്ങിയ കള്ളന്മാരാണെങ്കിൽ ഇതിനെ മറികടക്കാൻ തുടങ്ങി. അങ്ങനെ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നാലോചിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു പൊളി ഗാഡ്ജറ്റാണ് ഈ സെൻട്രി ഗൺ. സംഭവം ഒരു ക്യാമറ തന്നെയാണ്. എന്നാൽ മറ്റുള്ള ക്യാമറ പോലെ കള്ളന്മാർ വന്നാൽ നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമല്ല, അവരെ വെടിവെച്ച് ഓടിക്കാനും ഇവന് പറ്റും. അതെ, AI ടെക്നോളജി അടിസ്ഥാനമാക്കിയാണ് ഈ ക്യാമറ പ്രവർത്തിക്കുന്നത്. ഇതിന് മനുഷ്യരെയും മൃഗങ്ങളെയും വേർതിരിച്ചറിയാൻ സാധിക്കും. ഇനി അപരിചിതരായ ആരെങ്കിലുമാണ് നമ്മുടെ പരിസരത്ത് കയറിയതെങ്കിൽ അതും ഇവന് കണ്ടുപിടിക്കാൻ പറ്റും. ഫേസ് റിക്കഗ്നിഷനിലൂടെ ഇത് മനസ്സിലാക്കി ഉടൻ തന്നെ ഓണറുടെ മൊബൈലിലേക്ക് അൺനോൺ ഫേസ് ഡിറ്റക്റ്റഡ് എന്ന് മെസ്സേജ് അയക്കും. അതിനുശേഷം അതിക്രമിച്ച് കയറാൻ നോക്കുന്ന ആൾക്ക് ഒരിക്കലും അകത്തേക്ക് കയറരുതെന്ന് വാണിംഗ് കൊടുക്കും. എന്നിട്ടും കാര്യമാക്കാതെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ അവർക്ക് നേരെ കളർ ബോളുകൾ കൊണ്ട് ഫയറിംഗ് തുടങ്ങും. ടിയർ ഗ്യാസ് പോലുള്ള കെമിക്കൽസ് നിറച്ച ബോളുകളും ഇതിലൂടെ ഫയർ ചെയ്യാനായി കഴിയും. മാത്രമല്ല, ഉടമയ്ക്ക് നേരിട്ട് ഫോണിലൂടെയും ഇതിന്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ ഗാഡ്ജറ്റിന്റെ വില ഏകദേശം 50,000 മുതൽ 1,00,000 വരെയാണ്. നമ്പർ 9, പുകച്ച് പുറത്ത് ചാടിക്കും. പേര് പോലെ തന്നെ കള്ളന്മാർക്ക് നേരെ സ്പ്രേ ഗൺ അടിക്കുന്നത് തന്നെയാണ് ഇവന്മാരുടെ പരിപാടി. ഇതിനോടൊപ്പം തന്നെ കള്ളന്മാരെ തുരത്താനും മറ്റുള്ളവരെ അപായ സൂചന അറിയിക്കാനും ഇതിൽ ഷോക്ക് സെൻസേഴ്സും സൈറനും ഒക്കെയുണ്ട്. ഇത്തരം ക്യാമറയിൽ നിന്നും വരുന്ന പുക പൊതുവെ മനുഷ്യനോ മൃഗങ്ങൾക്കോ ഒന്നും അപകടമുണ്ടാക്കുന്ന ടൈപ്പല്ല. എന്നാൽ ഇത് കക്കാൻ കയറുന്നവന്റെ കണ്ണുമറയ്ക്കും. എങ്ങനെയെന്നല്ലേ? നിമിഷ നേരം കൊണ്ട് ഈ പുക ആ ഒരു റൂം മുഴുവനായി മൂടും. കയറിയ വഴി കാണാൻ പറ്റിയാലല്ലേ കള്ളന് തിരിച്ചു പോകാനുള്ള വഴി എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റൂ. ഈ സമയത്ത് ഓണറുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ കൊടുക്കുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടെ കള്ളൻ കയറിയെ പെട്ടെന്ന് വായോ എന്ന് വിളിച്ചു പറയുകയും ഈ വെരി ഷ്യൂർ ചെയ്യും. അങ്ങനെ പുറത്തേക്കുള്ള വഴി കണ്ടെത്തി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോഴേക്കും കള്ളനെ പൂട്ടാനായി പോലീസ് അവിടേക്ക് എത്തിയിരിക്കും. ചില ക്യാമറകൾ ഈ കാഴ്ച മറയ്ക്കാനുള്ള പുകയ്ക്ക് പകരം ബോധം കെടുത്താനുള്ള പുകയാകും സ്പ്രേ ചെയ്യുക. അതുകൊണ്ടൊക്കെ തന്നെ വിദേശത്തുള്ള കടകളിൽ ഇത്തരം ക്യാമറകൾ വെച്ചിട്ടുണ്ട്. അതിനാൽ ആരും മോഷ്ടിക്കാൻ വരരുതെന്ന് വാർണിംഗ് ബോർഡുകൾ അവർ സ്ഥാപിക്കാറുണ്ട്. ഇതിന്റെ വില ഏകദേശം 10,000 മുതൽ 20,000 വരെയാണ്. നമ്പർ 8, പൂളിലും സംരക്ഷണം. സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള വീടുകളിൽ കുഞ്ഞു കുട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് ഒരു ടെൻഷനാകും. ആരുമില്ലാത്ത നേരം അവരെങ്ങാനും പൂളിലേക്കെടുത്ത് ചാടുമോ എന്ന്. ധാരാളം അപകടങ്ങൾ അബദ്ധത്തിൽ ഇങ്ങനെ നടക്കാറുണ്ട്. സ്വിമ്മിംഗ് പൂളിലേക്ക് ആളിറങ്ങുന്നത് നമ്മൾ അറിയാതെ പോകുന്നതാണ് മിക്ക അപകടങ്ങളുടെയും കാരണം. ഇതിനൊരു പ്രതിവിധിയാണ് ഈ സോളോ പൂൾ അലാം. സോളാർ ഉപയോഗിച്ച് ചാർജ് ആകുന്നതുകൊണ്ട് തന്നെ പ്രത്യേകം ചാർജിംഗ് ഒന്നും ഇതിനാവശ്യമില്ല. 2 AA ബാറ്ററി ഇട്ട് കൊടുത്ത് സ്വിമ്മിംഗ് പൂളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിട്ടാൽ മതി. ആരെങ്കിലും പൂളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്ത് അലാറം അടിക്കുകയും വേണ്ടപ്പെട്ടവരുടെ മൊബൈൽ ഫോണിലേക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ നോട്ടിഫിക്കേഷൻ അയക്കുകയും ചെയ്യും. ഇതിന്റെ വില ഏകദേശം 25,000 മുതലാണ്. നമ്പർ 7, കണ്ണു പുകഞ്ഞേ. പറഞ്ഞതുപോലെ തന്നെ കണ്ണു പുകയ്ക്കുക. അത് തന്നെ ഇതിന്റെ മെയിൻ ഐറ്റം. സ്വിച്ച് ബോർഡുകളിലൊക്കെ അനുവാദമില്ലാതെ പണിയാൻ വരുന്നവർക്കും അങ്ങനെ എവിടെയെങ്കിലും കൃത്രിമം നടത്താനുള്ള ശ്രമം തടയുകയും അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റമായൊക്കെയാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അതിക്രമിച്ച് ഇങ്ങനെ ചെയ്യാൻ വരുന്നവർക്ക് നേരെ പെപ്പർ സ്പ്രേ ആകും ഇവൻ അടിക്കുന്നത്. പിന്നെ അത് ചെയ്യാൻ വന്നവന് മര്യാദയ്ക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഈ ഗാഡ്ജറ്റ് അലാറം അടിച്ചു തുടങ്ങും. പിന്നെ കണ്ണൊക്കെ തിരുമി കള്ളൻ നേരെ ആകുമ്പോഴേക്കും അവൻ നാട്ടുകാരുടെ പിടിയിലായിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ പെപ്പർ സ്പ്രേക്ക് പകരം കളറും ഇത് സ്പ്രേ ചെയ്യാറുണ്ട്. ഇതിന്റെ വില ഏകദേശം 3,000 രൂപ മുതലാണ്. കളി ഇവിടെ നടക്കില്ല. ഇതും സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഗാഡ്ജറ്റാണ്. കടയിലൊക്കെ അതിക്രമിച്ചു കയറി ഉടമയെ ഭീഷണിപ്പെടുത്തി കൊള്ളയടിക്കുന്ന സീനൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അതുപോലെ ആരെങ്കിലും വന്നാൽ ഈ ഗാഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഉടമയ്ക്ക് കള്ളൻ അറിയാതെ നൈസിൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ അമർത്തി കൊടുത്താൽ മാത്രം മതി. കൂടിപ്പോയാൽ ഒരു 20 സെക്കൻഡ് അതിനുള്ളിൽ ആ റൂം മുഴുവൻ പുക കൊണ്ട് മൂടും. പിന്നെ കള്ളൻ ഒന്നും കാണാൻ കഴിയില്ല. ഈ സമയം കൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുകയോ ആളുകളെ കാര്യമറിയിക്കുകയോ ഒക്കെ ചെയ്യാനും കഴിയും. കോംപ്ലിക്കേറ്റഡ് ആയ ഡിസൈൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഡിവൈസ് എളുപ്പം ഇൻസ്റ്റാൾ ചെയ്യാനും കഴിയും. മതിലിൽ ആരും ഇനി കണ്ണു വെക്കണ്ട.
നമ്മുടെ ഫുട്ബോൾ കളിക്കുന്ന ബൂട്ടിന്റെ അടിവശം പോലുണ്ടല്ലേ? എന്നാൽ ഇതിൽ കുറച്ച് മൂർച്ചയുള്ള രീതിയിൽ പോയിന്റഡ് ടിപ്പാണ് കൊടുത്തേക്കുന്നത്. അത് പൊതുവെ നമ്മുടെ മതിലിന് മുകളിലൊക്കെയാണ് വെക്കുന്നത്. വെറുതെ വന്ന് ശല്യമുണ്ടാക്കുന്ന കിളികളെയും എന്ത് ചെയ്തിട്ടും തോറ്റു പിന്മാറില്ല എന്ന് പറഞ്ഞു വരുന്ന പൂച്ചക്കുട്ടന്മാരെയും വെല്ലുവിളിക്കാനാണ് ഈ ഗാഡ്ജറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പോയിന്റഡ് എഡ്ജ് ആയതുകൊണ്ട് തന്നെ കിളികൾക്കോ അല്ലെങ്കിൽ പൂച്ചകൾ പോലുള്ള മറ്റു മൃഗങ്ങൾക്കോ ഇതിലൂടെ സുഖമായി പാട്ടും പാടി നടക്കാനായി സാധിക്കില്ല. കാരണം ഈ സ്പൈക്സ് അതിന് മനസമാധാനമായി നടക്കാനുള്ള സ്പേസ് കൊടുക്കാതെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കാക്ടസ് ചെടിയുടെ മുള്ളുകൾ പോലെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിലും ഈ കിളികൾക്കും മൃഗങ്ങൾക്കുമൊന്നും മുറിവുണ്ടാകില്ല. കാരണം ഇതുണ്ടാക്കിയിരിക്കുന്നത് അത്തരം മെറ്റീരിയൽ കൊണ്ടാണ്. പക്ഷെ ഇതിന്റെ ശല്യം കാരണം അവർ ആ വഴി നടക്കാൻ പിന്നെ വരില്ല എന്നതാണ്. നല്ല സിമ്പിളായ എന്നാൽ ഉപയോഗമുള്ള ഒരു ഗാഡ്ജറ്റ് തന്നെയല്ലേ ഗൈസ് ഇത്? ഈ മാറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? ഇതൊരെണ്ണം വാങ്ങി നിങ്ങളുടെ കസിന്റെ റൂമിന്റെ മുന്നിൽ ഇടുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണേ. നമ്പർ 5, ഓസിനടിക്കാൻ നോക്കണ്ട. ഒരു മാറ്റവുമില്ലാതെ വളരെ നൈസിന് ഷോപ്പിൽ കയറി സാധനങ്ങൾ എടുത്ത് കാട്ടിലിട്ട് അതും തള്ളി ക്യാഷ് കൊടുക്കാതെ മുങ്ങുന്നവരെ കൊടുക്കാനുള്ള ഒരു സിസ്റ്റമാണിത്. ഷോപ്പിങ്ങിന് ഉപയോഗിക്കുന്ന കാർട്ടുകളിൽ ധാരാളം സാധനങ്ങൾ നിറച്ച് ആരും അറിയാതെ മുങ്ങാൻ ശ്രമിച്ച കുറെ കള്ളന്മാർ ഇതിലൂടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയെന്നല്ലേ? ഈ കാർട്ടുകളുടെ വീൽ ഒരു പർട്ടിക്കുലർ ബോർഡർ കഴിയുമ്പോൾ തനിയെ അങ്ങ് ലോക്ക് ആകും. ഈ ഗ്യാപ്പിൽ ഇത് തള്ളി നീക്കാൻ കഷ്ടപ്പെടുന്ന വിരുദ്ധനെ സെക്യൂരിറ്റിക്ക് പെട്ടെന്ന് കണ്ടെത്താനായി സാധിക്കും. അതിന്റെ ബോർഡർ എവിടെ വരെ വേണമെന്ന് കട ഉടമയ്ക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഈ സിസ്റ്റം പ്രവർത്തിക്കാനായി കാർട്ടുകളിൽ വെച്ചേക്കുന്ന ബാറ്ററിക്ക് ഏകദേശം 5 വർഷത്തോളം ബാറ്ററി ലൈഫും ലഭിക്കും. നമ്പർ 4, ഏത് ഹുദാവിലും സിഗ്നൽ കിട്ടും. ട്രാവൽ ചെയ്യുന്നവർക്കും നിരവധി അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യുന്നവർക്കുമൊക്കെ പറ്റിയ ഒരു ഡിവൈസാണിത്. ഇത്രത്തോളം ടെക്നോളജി വളർന്നിട്ടും ഇപ്പോഴും ഫോൺ വിളിക്കാൻ സിഗ്നൽ കിട്ടാത്ത ധാരാളം സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അകപ്പെട്ട് പോയാലുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിയാൽ നമ്മളെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു ഗാഡ്ജറ്റാണിത്. കണ്ടാൽ കുഞ്ഞനാണെങ്കിലും ഇതിന്റെ യൂസ് വളരെ വലുതാണ്. മൊബൈൽ ഫോണിന് സിഗ്നൽ ഇല്ലെങ്കിൽ പോലും ഇതിന് സിഗ്നൽ ലഭിക്കും. കാരണം ഇത് സാറ്റലൈറ്റായി കണക്റ്റഡ് ആണ്. മാത്രമല്ല മറ്റുള്ളവർക്ക് അവരുടെ ഫോണിൽ നിന്നും ഈ ഡിവൈസിലേക്ക് മെസ്സേജ് അയച്ച് നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ ഇതിലെ SOS ബട്ടൺ അമർത്തുന്നതിലൂടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസിനോടൊപ്പം നമുക്ക് സഹായം ആവശ്യമാണെന്ന മെസ്സേജും ഈ ഡിവൈസ് അയക്കും. മാത്രമല്ല നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അവരുടെ ഫോൺ വഴി നമ്മുടെ ലൊക്കേഷനും കണ്ടെത്താൻ ഈ ഡിവൈസ് സഹായിക്കും. പറയുന്നത് കേൾക്കാതെ തോന്നിയ സ്ഥലത്തേക്ക് പോകുന്ന നിങ്ങളുടെ കൂട്ടുകാരന് ഈ ഒരു ഗാഡ്ജറ്റിനെ പറ്റി അറിയാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. നമ്പർ 3, വഴികാട്ടി. കണ്ണ് കാണാത്തവർക്കായി സ്പെഷ്യലായി ഉണ്ടാക്കിയ ഒരു ഡിവൈസാണ് ഡോട്ട് ലൂമൻ. കണ്ടാൽ VR ബോക്സ് പോലെ ഉണ്ടെങ്കിലും ഇത് കണ്ണ് കാണാത്തവരെ വളരെയധികം സഹായിക്കും. അതും മറ്റാരുടെയും സഹായമില്ലാതെ. എന്തിന്? ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യം പോലും അവർക്കില്ല. എവിടേക്കാണ് പോകേണ്ടതെന്ന് ഈ ഡിവൈസിനോട് പറഞ്ഞാൽ മതി, ഇതവരെ കൂട്ടിക്കൊണ്ടുപോകും. മാത്രമല്ല മുന്നിലുള്ള തടസ്സങ്ങൾ സ്കാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ഏത് വഴി നടക്കണമെന്നൊക്കെ ഇവർ കണ്ണ് കാണാത്തവർക്ക് പറഞ്ഞു കൊടുക്കും. വളരെ യൂസ്ഫുൾ ആയ ഒരു ഡിവൈസ് തന്നെയല്ലേ ഗൈസ് ഇത്? നമ്പർ 2, സ്ട്രോങ് അല്ല, ഡബിൾ സ്ട്രോങ്. എന്ത് ബോംബ് പൊട്ടിയാലും തകരാത്ത മതിലോ? അതെ, ഒരു ബോംബ് വീണ് പൊട്ടിയാലോ അല്ലെങ്കിൽ കുറെ പട്ടാളക്കാർ ഒരുമിച്ച് നിന്ന് വെടിവെച്ചാലോ പോലും തകരാത്ത ഒരു സെക്യൂരിറ്റി വാളാണ് 3B പ്രൊട്ടക്ഷൻ എന്ന കമ്പനി ഉണ്ടാക്കുന്നത്. ഇതിനായി അവർ പ്രത്യേക ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. എത്രത്തോളം വെടിവെച്ചാലും ഞാൻ കുലുങ്ങില്ല എന്ന മട്ടാണ് ഈ ചുമരിന്. പ്രൊഫഷണൽസ് ആണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. മുൻവശത്ത് വെടിവെപ്പിലൊക്കെ കുറച്ച് പെയിന്റ് പോയെങ്കിലും പിൻവശം ഇവിടെ എന്താണെന്ന് പോലും അറിയാതെ ഇരിക്കുന്ന ഒരു മട്ടിലാണ്. കാരണം അവിടെ ഒരു വെടിവെപ്പ് നടന്നു എന്ന് പോലുമുള്ള അടയാളങ്ങളില്ല. ഗ്രൗട്ടഡ് കോൺക്രീറ്റ് മേസൺട്രി ആൻഡ് UL ലെവൽ 8ലും ഇത് ലഭ്യമാണ്. 290 km/h വീശുന്ന കാറ്റിൽ പെട്ടാലും ഇതിന് വലിയ കുലുക്കമൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇതുണ്ടാക്കിയ കമ്പനി അവകാശപ്പെടുന്നത്. നമ്പർ 1, ലോക്ക്ലി. പേര് പോലെ തന്നെ ഇതൊരു ലോക്കാണ്. പഴയ ലോക്ക് പോലെയൊക്കെ തന്നെ. എന്നാൽ കുറേയേറെ ടെക്നോളജിയുടെ കൂടെ ഒത്തുചേർത്ത മോഡിഫിക്കേഷൻ വരുത്തിയ ഒരു ന്യൂ ജെൻ ലോക്ക് സിസ്റ്റമാണിത്. ഇതിലെ ബൈനോക്കുലർ ഫേസ് റെക്കഗ്നീഷൻ ടെക്നോളജിയാണ് എടുത്തു പറയേണ്ടത്. ഡോറിന്റെ ഒരു 80 സെന്റിമീറ്റർ അടുത്ത് വന്നാൽ തന്നെ നമ്മുടെ ഫേസ് റിക്കഗ്നൈസ് ആയി ഇത് തനിയെ അൺലോക്ക് ആകും. മാത്രമല്ല ഏകദേശം 100 ആളുകളുടെ മുഖം ഓർത്തു വെക്കാനുള്ള മെമ്മറിയൊക്കെ ഈ ലോക്ക് സിസ്റ്റത്തിനുണ്ട്. ഇനിയെങ്ങാനും ഇത് നമ്മളെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഫിംഗർ പ്രിന്റോ പാസ്വേഡോ RFID ടാഗോ അല്ലെങ്കിൽ നോർമൽ പൂട്ട് തുറക്കുന്നത് പോലെ താക്കോൽ ഉപയോഗിച്ചുകൊണ്ടോ നമുക്കിത് തുറക്കാനായി സാധിക്കും. മാത്രമല്ല ഇതിൽ ആമസോൺ അലക്സ പോലുള്ള സ്മാർട്ട് അസിസ്റ്റന്റിനോടൊപ്പം വൈഫൈയും ബ്ലൂടൂത്തും NFC-യും ഒക്കെ സപ്പോർട്ടഡ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മളില്ലാത്ത സമയത്ത് വീട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ നമുക്ക് നമ്മുടെ ഫോണിലൂടെ കാണാനും സംസാരിക്കാനും പറ്റും. ഇതൊരു ഒന്നാന്തരം ടെക്നോളജി തന്നെയാണല്ലേ ഗൈസ്? എന്തൊക്കെ വ്യത്യസ്തമായ ഗാഡ്ജറ്റ്സ് ആണല്ലേ നമുക്കറിയാത്തതായിട്ട് ഈ ലോകത്തുള്ളത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കണേ. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ.
അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ലവ് യു ബഡീസ്.